അങ്ങനൊന്നും ചിന്തിക്കണ്ട. വിശാലിനെ തിരക്കി വീട്ടിൽ പാർട്ടിക്കാരൊക്കെ വന്നപ്പോൾ ധന്യക്ക് ഭയം തോന്നിക്കാണും. വിശാലിന്റെ കാര്യത്തിലുള്ള ധന്യയുടെ ടെൻഷൻ കൊണ്ട് വിളിച്ചൊന്ന് കരുതിയാ മതി. അതൊന്നും അല്ല ഹരിയേട്ടാ. ധന്യയെക്കുറിച്ച് ഹരിയേട്ടന് ശരിക്കും അറിയാവുന്നല്ലേ. മീരയ്ക്ക് ഈ വിവാഹം നടന്നത് തന്നെ അവൾക്ക് ദഹിച്ചിട്ടില്ല. കുശുമ്പായിരുന്നു അവൾക്ക്. ഇപ്പോ ആദർശിന് ഇങ്ങനെ സംഭവിച്ചപ്പോ ഉള്ളിൽ സന്തോഷം കാണും. ഇനി മീര കമ്പനിയുടെ തലപ്പത്ത് വന്നതും വിശാല് സഹായിക്കുന്നതും എല്ലാം കൂടി ഓർത്ത് ടെൻഷനായതാ. മനസ്സിൽ നന്മയില്ലെങ്കിലേ എല്ലാം കുറ്റമായിട്ട് തോന്നും. വേണ്ട ബീന, ആ രീതിയിലൊന്നും ചിന്തിക്കണ്ട. ധന്യയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച ധന്യ പറഞ്ഞത് ശരിയാണ്. അതിനി വേറെ വ്യാഖ്യാനങ്ങളൊന്നും കൊടുക്കണ്ട. ഇത്രയും പ്രശ്നങ്ങളുണ്ടായപ്പോ ഇനി ആ പ്രോജക്റ്റ് നടക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. അതിന്റെ ക്രെഡിറ്റ് മീരയ്ക്കാ. അതിന്റെ പുറകെ നടന്ന് ആ പ്രോജക്റ്റിന് വേണ്ടി എല്ലാം ചെയ്തത് മീരയല്ലേ. അതിനുവേണ്ടി മീര എന്തൊക്കെ സഹിച്ചു. നിങ്ങളുടെയൊക്കെ വായിൽ നിന്ന് എന്തൊക്കെയാ ഇവള് കേട്ടത്. ഞങ്ങൾ എന്ത് ചെയ്തെന്ന് ആന്റി പറയുന്നത്? തെറ്റാര് ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കണം. അതേ മീരയുടെ കാര്യത്തിൽ ഞാനും അമ്മയും ചെയ്തോളൂ. അതെ, എന്ന് കരുതി മീര ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാതെ പോവുകയോ അതിന് വില കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ ഒരു ആശ്വാസം നമുക്ക് കിട്ടിയത് മീര കാരണം തന്നെയാ. ഒന്നും എന്റെ മിടുക്കല്ല, വിശാലേട്ടൻ സഹായിച്ചതുകൊണ്ടാ നമുക്ക് ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടായത്. പിന്നെ ഭഗവാന്റെ അനുഗ്രഹവും. അല്ല മോളെ, നീ അതിന്റെ പുറകെ ഓടിയത് മുഴുവൻ ഞങ്ങള് കണ്ടതല്ലേ. ഓ, ഇത്ര അങ്ങോട്ട് പൊക്കി പറയാനും മാത്രം ഇവളൊന്നും ചെയ്തതായി എനിക്ക് തോന്നിയിട്ടില്ല. നിനക്കങ്ങനെ തോന്നും അബി. ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ നിനക്കില്ലല്ലോ. ആദർശ് ഈ പ്രോജക്റ്റ് എത്രമാത്രം ആഗ്രഹിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ സമയത്ത് ആദർശിന് ഇത് വലിയ ആശ്വാസമായിട്ടുണ്ടാവും. അതുമാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. എന്നെ വിശ്വസിച്ചിട്ടാ ആദർശേട്ടൻ കമ്പനിയുടെ ചുമതല എന്നെ ഏൽപ്പിച്ചത്. അപ്പോ അതിനോട് ഞാൻ നീതി പുലർത്തണ്ടേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ആദർശിന് ഞങ്ങളെ ആരെയും വിശ്വാസം ഇല്ലെന്നാണോ നീ ഉദ്ദേശിച്ചത്? അയ്യോ ചേച്ചി, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കരുത് അബി. മാധവി വേണം അഭിരാമിയുടെ നാവ് നിയന്ത്രിക്കാൻ. ഇവള് പറഞ്ഞതിന്റെ അർത്ഥം പോലും ഇവൾ ഓർക്കുന്നില്ല. പക്ഷെ കേൾക്കുന്നവർക്കത് എത്രമാത്രം നോവുണ്ടാക്കുമെന്ന് ഇവള് ചിന്തിക്കുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട് മീര ഒരു വലിയ കാര്യം ചെയ്തിട്ട് അതിനെ ഒന്ന് അഭിനന്ദിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. ചേച്ചി വെറുതെ തെറ്റിദ്ധരിക്കണ്ട. മീര ചെയ്തത് വലിയ കാര്യം തന്നെയാ. പക്ഷെ അതിന്റെ പേരിൽ അവളെ അഭിനന്ദിച്ച് പൊക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? ഇത് അവളുടെയും കൂടെ വീടല്ലേ. ഈ കമ്പനിയും അവളുടെയും കൂടിയാ. അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടായ ആ പ്രശ്നം പരിഹരിക്കേണ്ടത് മീരയുടെയും കൂടെ കടമയാ. അതെ, ഞാനും അങ്ങനെയാണ് ചിന്തിച്ചത്. എനിക്കതിനൊരു പരാതിയില്ല. അല്ലെങ്കിൽ തന്നെ ഭഗവാന്റെ തീരുമാനങ്ങളാ നമ്മൾ നടപ്പിലാക്കുന്നത്. അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നമ്മൾ അർഹരല്ല. മോളെപ്പോലെ ചിന്തിക്കാൻ മോൾക്ക് മാത്രമേ സാധിക്കൂ. കമ്പനിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മീര ഓടി നടന്നപ്പോ അതിന്റെ എല്ലാം പേരിൽ മോളെ ക്രൂശിച്ചവരാ നിങ്ങളൊക്കെ. എന്നിട്ടും മീര യാതൊരു പിണക്കവും കാണിക്കാതെ പെരുമാറുന്നുണ്ടല്ലോ. പിണക്കം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെ അറിയും? ചില ആളുകളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഭഗവാന് പോലും അറിയാൻ സാധിക്കില്ല. പുറമേ ചിരിച്ചുകൊണ്ട് ഉള്ളില് പ്രാഗനെ എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ചേച്ചിയുടെ മനസ്സിൽ എന്നോടൊരു അകൽച്ചയുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ അകലാതിരിക്കും? നിന്റെ അച്ഛനോട് നീ എന്റെ കുറ്റങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചത് മറന്നോ? എന്നോട് ചെയ്ത തെറ്റായിട്ട് നിനക്കത് തോന്നുന്നില്ലേ? ഒരു വീടാകുമ്പോ പരസ്പരം പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. അതൊക്കെ ഉടനെ സ്വന്തം വീട്ടിൽ പോയി വിളമ്പല്ല വേണ്ടത്. അക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് എന്താ ചേച്ചി വിശ്വസിക്കാത്തെ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യേയില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതേപ്പറ്റി ഒരുപാട് ചർച്ചയും നടത്തിയതാ. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാനല്ലാതെ ഈ തർക്കം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. മാധവി പറഞ്ഞതാ ശരി. സംഭവിച്ചു പോയതിന്റെ പേരിൽ പഴി പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. ഇനി പരസ്പരം അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കാ വേണ്ടത്.
കമ്പനിയുടെ കാര്യത്തില് മനസ്സിനൊരു ചെറിയ ആശ്വാസം ഉണ്ടെന്നത് സത്യമാണ്. പക്ഷേ എന്നെ സന്തോഷിപ്പിക്കാൻ ഇതിനൊന്നും സാധിക്കില്ല. എന്റെ ആദർശവും പുറത്തു വരണം. ആ ഒരു കാര്യത്തിന് വേണ്ടിയാ ഞാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത്. അത് ഉടനെ നടക്കും അമ്മേ. എങ്ങനെ നടക്കുമെന്നാ? നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം വന്നപ്പോ നീ ആദർശം വേണ്ടെന്നല്ലേ പറയുന്നത്? നീ എന്താ ഉദ്ദേശിച്ചത്? മഹി അങ്ങളുടെ കാര്യം ഇപ്പൊ പറഞ്ഞത്. അങ്കിൾ ആദർശിനെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ടും അത് വേണ്ടെന്നല്ലേ ഇവര് പറയുന്നത്? ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് ആദർശ് അതിന് സമ്മതിക്കാത്തത് മനസ്സിലാക്കാം. പക്ഷെ ഇവൾക്ക് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാലോ. മുന്നിൽ കിട്ടിയ മാർഗം തള്ളിക്കളയരുതെന്ന് ഇവള് പറഞ്ഞ ആദർശ് കേൾക്കാതിരിക്കുവോ? ഞാൻ എന്തുകൊണ്ടാണ് അങ്കിളിന്റെ സഹായം വേണ്ടെന്ന് പറയുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വൈകാതെ മനസ്സിലാവും. അന്ന് മാത്രമേ എന്നെ ആദർശേട്ടനെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. മീരയുടെ മനസ്സിൽ എന്തോ വിഷമമുണ്ട്. എന്ത് വിഷമം? ഒരു വിഷമവും ഇല്ല. അഥവാ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമ്മളോടത് തുറന്നു പറയാലോ. മറച്ചു വെക്കേണ്ട കാര്യം എന്താ? അതെ, അതാ എന്റെ സംശയം. മഹിയുടെ സഹായം സ്വീകരിക്കണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. അതൊക്കെ തീരുമാനിക്കേണ്ടത് ആദർശ, നമ്മളല്ല. പിന്നെ എല്ലാത്തിനും ഭഗവാൻ ഒരു തീരുമാനം ഉണ്ടാകും. അതുപോലെ നടക്കും. എന്തായാലും കമ്പനിയിലെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയല്ലോ. ഇനി അതിന്റെ ക്രെഡിറ്റ് നിനക്ക് കിട്ടണം. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ അമ്മേ. നീ ആണോ ചെയ്തതെന്നതിൽ കാര്യമില്ല. എല്ലാ കാര്യങ്ങൾക്കും മീരയ്ക്കൊപ്പം നീ ഉണ്ടായിരുന്നല്ലോ. അപ്പോ അതിൽ നിനക്കും അവകാശമുണ്ട്. ഈ കാര്യം വിജയിക്കാൻ കാരണം മീരയും വിശാലുമാണ്. വിശാലിനെ വിളിച്ചതും കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചതും മീരയാ. അത് നടപ്പിലാക്കിയത് വിശാലും. പിന്നെ എനിക്കെങ്ങനെ ക്രെഡിറ്റ് കിട്ടും? എന്റെ സൂരജ്, നിനക്ക് ചില സമയത്തെ നിന്റെ അച്ഛന്റെ ബുദ്ധിയാ. ഇടം ആര് ചെയ്തു ചെയ്തില്ല എന്നതിലല്ല കാര്യം. നീയാണ് ഇതെല്ലാം ചെയ്ത് മീരയെ സഹായിച്ചതെന്നുള്ള കാര്യം ആദർശിനെയും വീട്ടുകാരെയും ഹരിയേട്ടനെയും ഒക്കെ അറിയിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നത്? 10 പേരോട് സംസാരിക്കുമ്പോ മീരയെ ഈ പ്രശ്നത്തിൽ നിന്ന് മുഴുവൻ രക്ഷിച്ചത് നീയാണെന്ന് പറയണം. അത് പിന്നെ സാവകാശം എല്ലാവരിലേക്കും എത്തിക്കോളും. അതിനെ ആദ്യം ഈ ന്യൂസ് കമ്പനിയിൽ വേണം ഫ്ലാഷ് ആക്കാൻ. അപ്പോ അവിടെയുള്ളവർക്കിടയിൽ നിനക്ക് നല്ലൊരു വില കിട്ടും. ഞാൻ അമ്മ പറയുന്ന പോലെ ചെയ്യാം. ഏതായാലും മീര ആ ക്ഷേത്രത്തിൽ വെച്ച് കാണുന്ന അവളുടെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ, ആളും എടുക്കന. അയാളാ ഈ ഐഡിയ മീരയ്ക്ക് പറഞ്ഞു കൊടുത്തത്. അതാരെങ്കിലും ആവട്ടെ, തൽക്കാലം അങ്ങനെ ഒരാളെ ആർക്കും അത്ര പരിചയം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ നിനക്ക് ആ ക്രെഡിറ്റ് കിട്ടാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല. അത് ശരിയാ. പക്ഷെ അമ്മ ഒന്ന് ഓർത്തേ, ആദർശേട്ടൻ എത്രയോ നാള് ഈ പ്രോജക്റ്റിന്റെ പുറകെ നടന്നതാ. ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചതാ. എന്നിട്ട് രക്ഷയുണ്ടായില്ലല്ലോ. അയാളുടെ ഐഡിയ കൊണ്ട് കാര്യങ്ങൾ നിസ്സാരമായിട്ട് സോൾവ് ആയില്ലേ? ആയിരിക്കും. അതുകൊണ്ട് നമുക്കെന്താ ഗുണം? നീ വെറുതെ നമുക്ക് പ്രയോജനമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് സമയം കളയണ്ട. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതുകൊണ്ട് നമുക്ക് എന്ത് ലാഭം ഉണ്ടാകുമെന്ന് ഓർത്തു വേണം ഓരോന്നും ചെയ്യാൻ. എന്നാലേ ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. ഏത് സന്ദർഭത്തെയും നമുക്ക് പ്രയോജനമുണ്ടാകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണം. നീ കാരണം മീരയ്ക്കും കമ്പനിക്കും പ്രയോജനം ഉണ്ടായി എന്നറിയുമ്പോ ഹരിയേട്ടനും നിന്നോട് താല്പര്യം കൂടും. ആദർശേട്ടൻ തിരിച്ചെത്തുമ്പോഴേ കമ്പനിയിൽ ഒരു നല്ല പൊസിഷനിൽ എന്നെ നിയമിച്ചാൽ ഞാൻ രക്ഷപ്പെടും. എന്റെ മാർക്സും ഡിഗ്രിയൊക്കെ വെച്ച് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജോലി എനിക്ക് കിട്ടില്ല. ആ ബോധം ഇപ്പോഴെങ്കിലും വന്നല്ലോ. അതറിയാവുന്നത് കൊണ്ടാ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അല്ലാതെ ഈ മീരയും കെട്ടിയോനെയും രക്ഷിക്കണമെന്നൊന്നും എനിക്കില്ല. നീ ഒരു നല്ല നിലയിലാവണം. ആ ഒരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. എന്താ രണ്ടുപേരും കൂടെ കാര്യമായ ചർച്ചയിലാണല്ലോ. ഞങ്ങള് മീരമോളുടെ കാര്യം പറയായിരുന്നു. മീരയുടെ കാര്യോ? അതെ ഹരിയേട്ടാ. അല്ലെങ്കിലും
ഇപ്പൊ ഏതു നേരവും സൂരജിന് മീരയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ആദർശിനെ രക്ഷിക്കണം, മീരയുടെ ലൈഫ് സെറ്റിലാക്കണം എന്നൊക്കെ ഇവന്റെ മനസ്സില്. ഇപ്പൊ തന്നെ കണ്ടില്ലേ സൂരജ് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ ആദർശിന്റെ ഓഫീസിലെ ആ വലിയ പ്രശ്നം സോൾവ് ചെയ്തത്. അത് പിന്നെ സൂരജിന്റെ കടമയല്ലേ അത്. മീരയ്ക്ക് സഹോദരനായിട്ട് സൂരജ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അവളെ ശ്രദ്ധിക്കേണ്ടതും അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും സൂരജ് തന്നെയാ. സൂരജെ, നിങ്ങൾ പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും വേണം കഴിയാൻ. അറിയാം ഹരിയാച്ച, എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ഞാൻ മീരയ്ക്കും ആദർശേട്ടനും വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്. അത് പിന്നെ എല്ലാവർക്കും അറിയാം മോനെ. നിന്റെ കഷ്ടപ്പാട് ഹരിയേട്ട നേരിൽ കാണുന്നതല്ലേ, അല്ലേ ഹരിയേട്ടാ? ആദർശിന് ഏത് വിധേനയും ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കണം. ആദർശ് പുറത്തു വന്നാൽ മാത്രമേ മീരയ്ക്കൊരു ജീവിതമുള്ളൂ. അതിനുവേണ്ടി അവൾ കഷ്ടപ്പെടുന്നത് മുഴുവൻ. അതൊക്കെ ശരിയാവും ഹരിയേട്ടാ. മീര തനിച്ചല്ലല്ലോ, എല്ലാത്തിനും അവൾക്കൊപ്പം സൂരജ് ഉണ്ടല്ലോ. ഇവരൊന്നിച്ചു നിന്ന ആദർശിനെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു കൊണ്ടുവരാം. മീര നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. ആദർശിന്റെ കാര്യങ്ങൾക്ക് പുറകെ മാത്രമല്ല, കമ്പനിയുടെ കാര്യങ്ങളും ഇപ്പൊ ആദർശ് മീരയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് ഹരിയേട്ടൻ ടെൻഷൻ ആവുന്നത് എന്തിനാ? മീര തനിച്ചല്ലല്ലോ, സൂരജ് കൂടെയില്ലേ? ദേ സൂരജെ, കമ്പനിയിലെ എല്ലാ കാര്യത്തിനും നീ മീരയ്ക്ക് ഒപ്പം നിന്നേക്കണം. ശരിയമ്മേ, എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയും ഞാൻ മീരയ്ക്കൊപ്പം തന്നെ ഉണ്ടാവും. അത് മതി. ഭഗവാനെ, കൃഷ്ണ, കമ്പനിയിലെ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ അവസാനിച്ചു. മുകുന്ദേണ്ണ അതിനൊരു വഴി പറഞ്ഞു തന്നത്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ സംഭവിക്കുന്നതാ. ഇനിയും ആദർശനെ രക്ഷിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ മുന്നിലുള്ളൂ. അതിനുള്ള വഴി കൂടി കാണിച്ചു തരണേ ഭഗവാനെ. അതെ അതെ, ആദർശേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നോക്കണം. എനിക്ക് ഭയങ്കര തിരക്കാ. അതാ എങ്ങോട്ടും വരാനും നിങ്ങളെയൊന്നും വന്ന് കാണാനും സമയം കിട്ടാത്തത്. അവൾ ഈ അമ്പലത്തിലാണ് തൊഴാൻ വന്നത്. അകത്തേക്ക് പോയിട്ടുണ്ടെന്ന് അറിവ് കിട്ടി. ഇപ്പൊ തിരിച്ചു വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരി സാർ. ദേവ ബിൽഡേഴ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്നോടെ അതൊക്കെ സെറ്റാക്കി റെഡിയാക്കുകയല്ലേ. ഏതോ ഒരു വൃത്തികെട്ടവൻ പണിയെന്നാണെന്നേ നമ്മൾ വെറുതെ വിടൂ. അവന് സസ്പെൻഷൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നാൾ വീട്ടിൽ ഇരിക്കട്ടെ. ഏയ്, മീരെന്ത് ചെയ്യാനാ, പാവം. ആദർശേട്ടൻ ഇങ്ങനൊരു പ്രശ്നം പറ്റിയതുകൊണ്ട് അവൾ ആകെ തളർന്നിരിക്കുക. ഞാനുള്ളത് കൊണ്ട് ഇപ്പം കാര്യങ്ങളെല്ലാം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ആ വ്ളോഗൊക്കെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. അത് എൻ്റെ അമ്മാവൻ്റെ മോനാ, റൈഡറാണ്. എന്തായാലും സംഭവമൊക്കെ കളറായില്ലേ. ആ റവന്യൂ ഉദ്യോഗസ്ഥൻ്റെ പണി ശരിക്കും കളയിക്കേണ്ടതാ. ഇപ്പം സസ്പെൻഷൻ അല്ലേ കിട്ടിയുള്ളൂ. ക്രിസ്മസിൽ കിട്ടിയിട്ട് വേണം ശരിക്കൊന്ന് ആഘോഷിക്കാൻ. മന്ത്രി കൂടി രാജിവെച്ചിരുന്നെങ്കിൽ അടിപൊളിയാവുമായിരുന്നു. ഇനി അടുത്ത ടാസ്ക് അതാണ്. ആദർശേട്ടനെ രക്ഷിക്കണം. അതിൻ്റെ മാസ്റ്റർ പ്ലാന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ആ നിൽക്കുന്നവരെ കണ്ടോ? അവന്റെ കാലാണ് അടിച്ചൊടിക്കേണ്ടത്. അവനെയോ? അപ്പൊ ആ പെണ്ണിനെയാണെന്ന് പറഞ്ഞതോ? എനിക്ക് ആള് മാറിയതാ. ശരിക്കും ഇവനാണ് എല്ലാത്തിന്റെ പിന്നിൽ. ഇവന്റെ കാലം ആദ്യം തല്ലി ഒടിക്ക്, ബാക്കി പിന്നെ നോക്കാം. പെൺകുട്ടികളുടെ റേറ്റാണ് ആദ്യം പറഞ്ഞത്. ഇവനെയാണെങ്കിൽ 10K കൂടുതൽ തരണം. അതെന്തിനാ? അവൻ തിരിച്ചു തല്ലിയ ഞങ്ങൾ കൊള്ളണ്ടേ? ശരി, അതൊക്കെ തരാം. ആദ്യം പോയി അവന് തല്ല്. എടുക്കടാ.
വിളിക്കാം കേട്ടോ. ഇവരെന്താ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? എന്താ? നിന്റെ 2 കാര്യം തല്ലി പിടിക്കാൻ വന്നതാ. കൊട്ടേഷനാ, സഹകരിക്കണം. എന്റെയോ? എന്റെ കാലം എന്തിനാ തല്ലി പിടിക്കുന്നത്? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. അതൊന്നും ഞങ്ങൾക്കറിയണ്ട. ഞങ്ങൾക്ക് കാശ് കിട്ടി, ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുന്നു. താൻ സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പണി കൂടും, തല്ലും കൂടും. സഹകരിച്ചാ കാല് തല്ലി പിടിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് പൊക്കോളാം. യവന്മാര് തല്ലാൻ പോയിട്ട് എന്താ സംസാരിച്ചോണ്ടിരിക്കുന്നത്? വേഗം തല്ലിയിട്ട് തിരിച്ചു വരണ്ടേ? ചേട്ടന്മാരെ, എന്നെ തല്ലരുത്. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാലോ. പറഞ്ഞാൽ തീരാത്ത പ്രശ്നമൊന്നും ഇല്ലല്ലോ. നിന്റെ മനസ്സിലിരിപ്പ് ശരിയല്ല. ഒരു കാര്യം ചെയ്യുമ്പോ നല്ല മനസ്സോടു കൂടി ചെയ്യണം. സഹായിക്കുമ്പോ സ്വാർത്ഥത പാടില്ല. ഇതോടെ നന്നായ നിനക്ക് കൊള്ളാം. കേട്ടടാ? എടാ, തല്ലാൻ വന്നാ തല്ലണം, അല്ലാതെ ഡയലോഗ് പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. അപ്പൊ കാണാം, പോട്ടാ. ആരാ? തട്ടി നോക്ക്. അണ്ണാ, ഇവൻ തീർന്നെന്ന് തോന്നണ്ണ. ഒറ്റയടിക്കോ? അടി നല്ലതാണെങ്കിൽ ഒരെണ്ണം ധാരാളം മതി അണ്ണ. സൂരജ്, എന്താ പറ്റേ? നിങ്ങൾ എന്താ സൂരജിന് ചെയ്തേ? സൂരജ്, സൂരജ് എഴുന്നേക്ക്. ഭഗവാനെ, എഴുന്നേക്കുന്നില്ലല്ലോ. സൂരജ്, ഇവനോട് മര്യാദക്ക് ഇരിക്കാൻ പറയണം, ഇല്ലെങ്കിൽ ഇനിയും തല്ല് വാങ്ങും. വാടാ. സൂരജ്, സൂരജ് എഴുന്നേക്ക്. എടാ, അവനെ തല്ലിയിട്ട് പോയി ആരാടാ? ഞങ്ങളുടെ നേതാവാ സാറേ. സ്പോട്ടിലെത്തും, പണി കഴിഞ്ഞാൽ അപ്പ പോവും. സാറ് കാശ് തന്നാ മതി, വേറെ കാര്യങ്ങളൊന്നും അറിയണ്ട. സൂരജ്, സൂരജ് എഴുന്നേക്ക്. എന്താ സൂരജ്, എന്താ ഉണ്ടായത്? അവരെന്നെ തല്ലി മീര. അയ്യോ, വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എഴുന്നേക്ക്. സൂരജ്, കേറ്. വണ്ടി എടുക്ക്, കേറ്. സൂരജ്, വാ. ഇതെന്തു പറ്റി? നിങ്ങൾ വേഗം ഇങ്ങ് പോരുന്നോ? എന്താടാ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ഇവനിത് എന്തു പറ്റി മോളെ? അമ്മ ടെൻഷനാവാതെ, എനിക്കൊന്നും പറ്റിയില്ല. ആ, ഒന്നും പറ്റാഞ്ഞിട്ടാണോ ഇത്? നിന്നെ കണ്ടാൽ തന്നെ അറിയാലോ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. എന്താ മോളെ, എന്താ സംഭവിച്ചത്? അതച്ചാ, ഞാൻ ക്ഷേത്രത്തിൽ പോയ സമയത്ത് ആരൊക്കെയോ ചേർന്ന് സൂരജിനെ ആക്രമിച്ചതാ. ആക്രമിച്ചെന്നോ? എന്റെ ദൈവമേ! ബീന, നീ ഇങ്ങനെ ഒച്ചയെടുക്കാതെ ഒന്ന് സമാധാനിക്കും. ഞാൻ എങ്ങനെ സമാധാനിക്കാനാ ഹരിയേട്ടാ? ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഇവന് വേണ്ടിയല്ലേ? അപ്പൊ പിന്നെ അടിയും കൊണ്ട് അവശനായിട്ട് വന്നാ മിണ്ടാതിരിക്കാൻ പറ്റുമോ? അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? അതൊക്കെ നീ വെറുതെ പറയുന്നതാ, എനിക്കറിയാം. വേഗം വാ, നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ സൂരജിനെ ഹോസ്പിറ്റലിൽ കാണിച്ച് മരുന്ന് വാങ്ങിയതാ. പേടിക്കാനായിട്ടൊന്നുമില്ല. എന്നാലും എന്തിനാ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിച്ചത്? കമ്പനിയിലെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിച്ചതാണെന്നാ തോന്നുന്നേ. ആ, അത് തന്നെയാവും കാര്യം. പാവം എന്റെ കുഞ്ഞ്. നിനക്ക് വേണ്ടി ഇവനെ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് മോളെ. എന്നിട്ട് എന്തെങ്കിലും ഒരു നല്ല വാക്ക് ആരുടെങ്കിലും വായിന്ന് കേൾക്കുന്നുണ്ടോ? ആദർശിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒന്നും യാതൊരു നന്ദിയുമില്ല. സൂരജ് മീരയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണെന്ന് നമുക്കറിയാലോ. മീരമോൾക്ക് ആ നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാവുകയും ചെയ്യും. ഒരു സഹോദരന്റെ സ്ഥാനത്തുനിന്ന് സൂരജ് എനിക്ക് വേണ്ടി ചെയ്യുന്നത്
ആരും മനസ്സിലാക്കിയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നും ആ നന്ദിയും കടപ്പാടും എന്റെ മനസ്സിലുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് കാര്യമില്ലല്ലോ മോളെ. വേദന സഹിക്കേണ്ടത് ഇവനല്ലേ? നിങ്ങൾക്കറിയാലോ, ഒന്നും നുള്ളിപ്പോലും ഞാൻ എന്റെ മോനെ വേദനിപ്പിച്ചിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ കണ്ട എനിക്ക് സഹിക്കാൻ പറ്റുമോ? സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയില്ലേ ബീനെ. ഇനി അതോർത്ത് വിഷമിച്ചിട്ടോ കരഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ അന്ന് മീരയും സൂരജും ആദർശിന്റെ കേസിന്റെ പിന്നാലെ പോയപ്പോ ഞാൻ തടഞ്ഞത്. അപ്പൊ ബീന പോലും എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? അല്ല, അത് പിന്നെ ആദർശിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ ഹരിയേട്ട? മീരയ്ക്കൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ ആദർശ് തിരിച്ചു വന്നല്ലേ പറ്റൂ. അതെ, അപ്പൊ ഇത്തരം അപകടങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ടായിന്ന് വരും.